ഹായ്, നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു പ്രോട്ടീൻ ബോൾ ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോയിരുന്നു രാവിലെ കേട്ടോ. അപ്പോൾ അവിടെ കോഫി ഷോപ്പിൽ ചെന്നപ്പോഴേക്കും ഇതുപോലെ പ്രോട്ടീൻ ബോൾസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ വലിയ ബോൾസാണ്. ഇത്ര ഉണ്ടാവും, ഒരു നമ്മുടെ സാധാരണ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള പ്രോട്ടീൻ ബോൾസ് അവിടെ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നു. $3 $4 അതിൽ ബ്രൗൺ കളറിൽ ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളതും വൈറ്റ് ആയിട്ടുള്ളതും ഉണ്ട്. ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് നോക്കി. ഞാൻ $4 ഒരെണ്ണം വാങ്ങിച്ച് തിന്നു കേട്ടോ. എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നത് വെറുതെ $4 കൊടുത്ത് അത് വാങ്ങിക്കുന്നില്ല, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ വീട്ടിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ ട്രൈ ചെയ്തത്. ഫാർ ബെറ്റർ. നമ്മുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എല്ലാം പല അളവാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് 2 തവി വീതമാണ് ചില ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത്, ചിലത് ഓരോ സ്പൂൺ എടുത്തുള്ളൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, ഇത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൺഫ്ലവർ സീഡാണ്, ഇത് 2 എടുത്തിട്ടുണ്ട്. ഇത് ബദാം, ഇത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ട്, ഇത് 2 എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെളുത്ത എള്ള്, ഇത് 1 എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ്, ഇത് 1 എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ കടല, കപ്പലൻ ടീ എന്ന് പറയുന്നില്ലേ, നല്ല നിലക്കടല, അത് 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ചിയ സീഡ്, ഇത് 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 ഓരോ സ്പൂൺ എടുത്തത്. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഓയിലി ടെക്സ്ചറുള്ള ഫ്രൂട്ട്സ് നട്ട്സ് ആയതുകൊണ്ട് ഇത് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയി പോകും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഡേറ്റ്സ്, ഒരു 10 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇത് ഗ്രാൻബെറി ആണ്, ഡ്രൈഡ് ഗ്രാൻബെറി. പിന്നെ ഇതറിയാമോ, ഇത് ബ്രസീലിയൻ നട്ട്സ് ആണ് കേട്ടോ. ഇത് ഞാൻ അധികം എടുക്കാത്തതെന്നു വെച്ചാൽ ഇതിൻ്റെ ഈ നട്ട്സ്, ബ്രസീലിയൻ നട്ട്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഇത് 2 നട്ട്സ് മാക്സിമം ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 5 എടുത്തിട്ടുള്ളൂ മൊത്തം ഇതിനകത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്താൽ. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് ബോളാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓരോ നട്ട്സും സെപ്പറേറ്റ് ഇട്ടാണ് വറക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും വേവും പെട്ടെന്ന് എല്ലാം കൂടെ മിക്സ് ആയിട്ടില്ല, പല സൈസിലുള്ളതായതുകൊണ്ടേ കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഈ പംകിൻ സീഡ് ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി വറക്കണം, ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ പാകത്തിനുള്ള ഇതായാൽ മതി കേട്ടോ. എല്ലാം അങ്ങനെ വറുത്തെടുക്കാം നമുക്ക്. ഇത് ഒരുമാതിരി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ആയെന്ന് പരിവ് അറിയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ജസ്റ്റ് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ നിർത്തുക. നമ്മൾ നട്ട്സൊക്കെ എത്ര നല്ലതാണെന്നും അതിന് എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ എന്തൊക്കെ ട്രിക്ക് ചെയ്ത് കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ നോക്കിയാലും പിള്ളേർക്ക് അതൊക്കെ തിന്നാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഈ ഒരു ഫോമാറ്റിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ പിള്ളേർക്ക് ഇഷ്ടപ്പെടും തിന്നാൻ. അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞങ്ങളുടെ പാപ്പുവിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനിപ്പോൾ എന്നും 2 പ്രോട്ടീൻ ബോൾ വീതം കഴിക്കുന്നുണ്ട്. ഞാൻ ഓരോ നട്ട്സിൻ്റെയും ബെനിഫിറ്റ്സ് അത്ര എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും നട്ട്സൊക്കെ എത്ര നല്ലതാണ്. പക്ഷേ അധികം കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഡൾട്ട്സ് 1 ബോൾ വീതം കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ വറുത്തത് കാണിക്കാൻ വേണ്ടി വറുത്തിട്ടുണ്ടോ ഡാർക്കായിട്ട് ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ നിറമാണ്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതുള്ളതുണ്ടോ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പോപ്പ് ആകുമ്പോഴേക്കാണ് നിർത്തേണ്ടത്. അപ്പം ഞാൻ ഇതെല്ലാം ഇനി മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിക്കാൻ. അതൊക്കെയാണ് ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. അന്നേരം അല്ലെങ്കിൽ സെപ്പറേറ്റ് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും മിക്സായി കിട്ടത്തില്ല. ഓക്കെ, ഇനി നമുക്കൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിക്കാം. ആദ്യമേ ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം. അതായത് നമ്മുടെ ബ്രസീലിയൻ നട്ട്സും ഞാൻ ഇച്ചിരി ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിക്കാം. ഇതെടുത്തോ. കുറേ ഇടരുത് കേട്ടോ, എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഇതായിപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ.
പൊടിക്കുമ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടും. നമ്മളത് ഞാൻ വിപ്പിങ്ങിലിട്ടാണ് ചെയ്തത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിപ്പോകും. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ പൊടിഞ്ഞു വന്നത് കേട്ടോ. ഇത് നല്ല പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് വേണമെങ്കിൽ പിള്ളേർക്ക് പാലിനകത്തൊക്കെ കലക്കി മോർണിംഗ് ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ നൈസായിട്ട് പൊടിക്കും. അപ്പോൾ ഞാൻ ഉണ്ടയാക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് പൊടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇച്ചിരി ഇത് കണ്ടോ കരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ പാലിനകത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ക്രാൻബെറിയും ഡേറ്റ്സും ഈ പൊടിക്കകത്തേക്ക് ഇട്ട് അടിക്കണം. അപ്പം വേറെ ക്രാൻബെറി ഉണ്ട്. നമ്മൾ പൊടിച്ചെടുത്ത ഡേറ്റ്സും ക്രാൻബെറിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പൊടിച്ചെടുത്തേണ്ടത് ഇത് നമുക്കൊരു ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്കിത് ഉണ്ട ഉരുട്ടാം. ഉണ്ട ഉരുട്ടാൻ ജസ്റ്റ് എനിക്ക് 2 അസിസ്റ്റന്റ്മാരെ കിട്ടിയിട്ടുണ്ട് ഉണ്ട ഉരുട്ടാൻ കേട്ടാ. ഉണ്ട് ഏത് പരിവായി വരുമെന്ന് അറിയാൻ പാടില്ല അല്ലടാ. This is how you have to make it. So you have to make it നല്ല good. See നല്ല ഇങ്ങനത്തെ ബോളാക്കി എടുക്കണം. താഴെ കളയല്ലേ. See ഇങ്ങനെ. See ഇതാണ് നമ്മുടെ പ്രോട്ടീൻ ബോൾ. ഇത് നമുക്ക് പിള്ളേർക്ക് ഒരു ദിവസം 1-2 2 കൂടുതൽ കൊടുക്കട്ടോ കേട്ടോ. 1-2 ചുമ്മാ സ്നാക്ക് അത് പൊട്ടിക്കല്ലേ അങ്ങനെ കൊടുക്കുക. നമുക്ക് എന്ത് തിന്നാം. 2 കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇവന്മാരെ കൊണ്ട് ഏൽപ്പിച്ചിട്ടേ ഇവിടെ എല്ലാം നിറച്ച് പൊടിയാക്കുന്ന അല്ലാണ്ട് ഉണ്ടയായി കിട്ടുന്നില്ല. സോ ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ പ്രോട്ടീൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി വലുതാക്കിയില്ല, പിള്ളേരൊക്കെ കഴിക്കാൻ പറ്റിയ പാകത്തിന് ചെറിയ ബോളുകളായിട്ടാണ് ആക്കിയത്. അപ്പം നമുക്ക് ഒരു ദിവസം ഒരെണ്ണം അഡൾട്ട്സിന് ഒരെണ്ണം കഴിച്ചാൽ മതി, പിള്ളേർക്ക് 2 കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് വൺ പോന്നെ ഇവർക്ക് ഭയങ്കര മടിയാണ് നട്ട്സൊക്കെ തിന്നാൻ. അപ്പം ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഡേറ്റ്സും ക്രാൻബെറിയുടെയും എല്ലാ നട്ട്സിൻ്റെയും നട്ട്സാണെന്ന് തോന്നത്തില്ല. നമുക്കൊരു എന്ത് ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് എള്ളുണ്ടയുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ടേസ്റ്റ് എന്ന് എനിക്ക് അറിയില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല മധുരമുണ്ട് ആ ഡേറ്റ്സിൻ്റെ. And some baby will eat it and they will love it. Let's try it in 3, 2, 1. That's really good. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല മധുരമുണ്ട് ആ ഡേറ്റ്സിൻ്റെ മധുരവും. സൂപ്പർ. ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. So good. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തി, എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ കയ്യിൽ.